വീണ്ടും ഒരു ആത്മഹത്യ. മലപ്പുറത്ത് ഒരു കുട്ടി 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ പാവം ആത്മഹത്യ ചെയ്തെന്ന വാർത്തയാണ് കേട്ടത്. പ്രസൻറ്റേഷൻ എന്തോ സ്കൂളിൻ്റെ പേരുണ്ട്. ഇതാരെയും വ്യക്തിപരമായിട്ട് സ്കൂളിന് എഗെയിൻസ്റ്റ് ഉള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ആ കുട്ടി ചെയ്തത് തെറ്റാണെന്നോ ഒന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ല. ഇത് എത്രാമത്തെ സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഒരു മാസം മുന്നേ കേട്ടു നമ്മൾ ഡെൻ്റൽ കോളേജ് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൽ നിതിൻ രാജ് ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് ആത്മഹത്യ ചെയ്തു. അവിടെ ഈ പറഞ്ഞ പോലെ മാഷ്മാർ ടീച്ചർമാരുടെയൊക്കെ ഹറാസ്മെൻറ്റ്, ജാതീയപരമായ അധിക്ഷേപങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക ലോൺ ആപ്പ് ലോണിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ബന്ധപ്പെട്ട് ഒരു കുട്ടി മരിച്ചു. അത് പറഞ്ഞ പോലെ തന്നെ ഒരു കൗമാരക്കാരൻ 16-17 വയസ്സുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായ ഡെൻ്റൽ കോളേജ് സ്റ്റുഡൻറ്റ്. ഇതിപ്പോൾ വളരെ ചെറിയൊരു കുട്ടി 13 വയസ്സ് മാത്രമുള്ള തേജസ് എന്ന് പറയുന്ന പയ്യൻ. ഇതിൽ ഫസ്റ്റ് പറയേണ്ടത് പാരൻസിനെ തന്നെയാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലുള്ള സിസ്റ്റം, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യയിലുള്ള നമ്മൾ പഠിപ്പിക്കുന്ന ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കോപ്പിലെ സിസ്റ്റമാണിത്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാലത്തുള്ള ഒരു കരിക്കുലവും അതുപോലെയുള്ള നോൺസെൻസായ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു വിടുന്ന എങ്ങനെ ഒരു കോർപ്പറേറ്റ് അടിമയെ ഒരു കമ്പനിക്ക് വേണ്ട 9 to 5 വരെ വർക്ക് ചെയ്യുന്ന വിഡ്ഢികളെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ഇന്ന്. ഞാൻ അടക്കം പഠിച്ചിട്ടുള്ള സിസ്റ്റം അതുതന്നെയാണ്. നമ്മുടെ കുട്ടികളെ 90% അവരുടെ വാസനകളെ വിപുലീകരിക്കുന്ന രീതിയിൽ അവരുടെ സന്തോഷം, ഒരു നല്ലൊരു പൗരനായി എങ്ങനെ വളരാമെന്നാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് കുറേ കണക്കും കുറേ ആവശ്യമില്ലാത്ത സയൻസും പഠിപ്പിച്ചിട്ട് ഏടത്തേക്കാണ് ഇവരെയൊക്കെ അയക്കുന്നത്. ഓക്കെ, ഹയർ ലെവൽ എഡ്യൂക്കേഷന് വേറെ വിഷയം. ഈ ചെറിയ കുട്ടികളെ ഇത്രയധികം പ്രഷർ ചെയ്ത്, ഇനി എന്ത് പ്രഷർ ഉണ്ടെങ്കിൽ പോലും വിഷയമല്ല, നീ എന്ന മനുഷ്യനാണ് വലുത് എന്നുള്ളൊരു അടിസ്ഥാന തത്വം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം ഫസ്റ്റ്. അതിനുശേഷം മാത്രമേ ഏതൊരു വിദ്യാഭ്യാസത്തിനും പ്രസക്തിയുള്ളൂ. രണ്ടാമതായിട്ട് പറയേണ്ടത് ഈ സോ കോൾഡ് അധ്യാപകർ. ഏറ്റവും വലിയ കഴുതകളാണ് അധ്യാപകരായിട്ട് നമ്മുടെ മുമ്പിലുള്ളതെന്നുള്ള സത്യം നമ്മൾ പറഞ്ഞേ പറ്റൂ. ഈവൻ ഞാനെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ അധ്യാപകർ നമ്മൾ പറയും മാതാ പിതാ ഗുരു ദൈവം എന്നൊക്കെ പറയാൻ കൊള്ളാം, പറയാൻ നല്ല സുഖം ഉണ്ടാവും. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഗുരു കഴിഞ്ഞിട്ടേ ദൈവം വരുന്നുള്ളൂ എന്നൊക്കെ പറയും. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്നുള്ള അധ്യാപകരെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഫുണ്ടകളാണ് അധ്യാപകരായിട്ട് വരുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അധ്യാപകരെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അധിക്ഷേപിക്കുന്നതല്ല. ഇപ്പറഞ്ഞ അധ്യാപക വർഗത്തിൽ ചില ആൾക്കാർ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇതാക്കും, ഇടങ്ങാറാക്കുന്നുണ്ട്. അതില്ലാത്ത കാര്യമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ കണ്ടതല്ലേ, 2-3 കേസുകളിൽ നമ്മൾ കണ്ടതല്ലേ. അവരുടെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഈഗോക്ക് വേണ്ടി, അവരുടെ കോംപ്ലക്സിന് വേണ്ടി ആ കുട്ടിയെ എങ്ങനെയൊക്കെ ഹെറാസ് ചെയ്യാൻ പറ്റും. അതായത് ഞാനെന്ന ഭാവം, ഞാൻ ജയിക്കണം, ഞാൻ അധ്യാപകനാണ്, ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ, അല്ലെങ്കിൽ അവനെ ഞാൻ ശിക്ഷിക്കുമെന്നുള്ള സോ കോൾഡ് ഫ്യൂഡൽ മാടമ്പിയുടെ മനോഭാവമുള്ള ഒരുപാട് അധ്യാപകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലത്തെ അധ്യാപകർക്ക് എല്ലാ 3 മാസം കൂടുമ്പോൾ കൗൺസിലിംഗ് നിർബന്ധമാണ്. മെൻ്റൽ കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. അല്ലാതെ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും, അവരൊരുപാട് വിദ്യയൊക്കെ അതിൻ്റെ ഡിഗ്രിയും ഉണ്ടാസും കള്ളാസെല്ലാം കൊണ്ട് തന്നെയായിരിക്കും ഒരു മാഷ്മാരായത്. എല്ലാന്നല്ല, കഴിവുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ കാലത്തിൻ്റെ ജീവിത ശൈലിയിൽ, അതായത് എല്ലാവരും പ്രഷർഡാണ്. പലതരത്തിലുള്ള ലോണുകൾ ഒരു ഭാഗത്തുണ്ടാവും, പലതരത്തിലുള്ള ഫാമിലി പ്രഷർ ഉണ്ട്. അധ്യാപകൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മനുഷ്യരാണ്. അപ്പോൾ അയാൾക്ക്, അല്ലെങ്കിൽ ആ ടീച്ചർക്ക്, അല്ലെങ്കിൽ ഏത് ജെൻഡറിലുള്ള ആളായാലും അയാൾക്ക് സൊസൈറ്റിയിൽ നിന്നുള്ള ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊന്നും തീർക്കേണ്ട സ്ഥലമല്ല വിദ്യാർത്ഥികൾ. നിങ്ങൾ വിദ്യ പറഞ്ഞു കൊടുക്കുക. ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലായിരിക്കും ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്. അവർ ചിലപ്പം പഠിക്കും, ചിലപ്പം പഠിക്കില്ല, ചിലപ്പം തോക്കും. ഇപ്പോൾ ഇവിടെ ഈ തേജസ് ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തേജസ് എന്ന് പറയുന്ന മോന് മരിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് അവനേതോ വിഷയത്തിൽ കുറച്ച് വീക്കായിരുന്നെന്നും, അപ്പോൾ അവനെ ടാർഗറ്റ് ചെയ്ത് ടീച്ചർ ഒരു മാഷ ടീച്ചറുണ്ട്, ആരും പേരൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവരെ മോശക്കാരാക്കിയിട്ട് എന്ത് കിട്ടുന്നത് നമുക്ക് വിഷയം പറയാം. അതായത് ഇങ്ങനെ ഉണ്ടായെന്നും, അപ്പോൾ ഇത് മനസ്സിലാക്കിയ രക്ഷിതാക്കൾ അവനെ TC മേടിച്ച് അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ TC കൊടുക്കണമെങ്കിൽ ഒരു പരീക്ഷ എഴുതി പാസ്സായാലേ TC കൊടുക്കൂ എന്നുള്ള രീതിയിലൊരു സംസാരം ഉണ്ടായിരുന്നു അത്ര അവിടെ. അപ്പോൾ അതിൽ മനം നൊന്നിട്ടാണ് ഈ ഒരു ട്രാജഡി ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാർത്ത ഒന്ന് കേൾക്കാം.
തേജസിനെ കണ്ടെത്തുന്നത്. സ്കൂൾ അധികൃതർ നടത്തിയ മോറൽ സയൻസ് എക്സാമിൽ ആദ്യം അവൻ പരാജയപ്പെട്ടിരുന്നു. മാർക്ക് കുറവായതുകൊണ്ട് പരീക്ഷ എഴുതിയാലേ TC നൽകൂ എന്ന് അധ്യാപകർ വാശി പിടിച്ചു. അതേ തുടർന്നുള്ള വിഷമത്തിലാണ് അവൻ ജീവനൊടുക്കിയതെന്ന് അവന്റെ അച്ഛൻ പറഞ്ഞു. TCയിൽ ഇങ്ങനെ റെഡ് മാർക്ക് ഇടും, നല്ലൊരു സ്കൂളും പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അതിന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. TCയിൽ റെഡ് മാർക്ക് ഇടുന്നു, അതുപോലെ മോറൽ സയൻസ് എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ TC തരുന്നു, ഇല്ലെങ്കിൽ TCയിൽ റെഡ് മാർക്ക്. ഇതൊക്കെ ഏത് ജാമ്പവാന്റെ കാലത്തുള്ള എനിക്കറിയില്ല. നമ്മളൊക്കെ ഒരുപാട് സ്ഥലത്ത് TC വാങ്ങിയിട്ടും TC കൊടുത്തിട്ടും കിട്ടിയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്. TC അവർക്ക് നമ്മളവിടെ പഠിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അമ്മാതിരി മറ്റേ എന്താ പറയുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ നാട്ടിലെ സ്കൂളല്ലേ, കള്ളന്മാർ മാനേജ്മെന്റ് പൈസയും മേടിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളല്ലേ. എന്തെന്നാ ഇതിനൊന്നും ഇത്ര മാത്രം ചടങ്ങുന്ന ഉള്ളത്? ഒരു കുട്ടിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ലേ? അവനങ്ങ് ഇറങ്ങിപ്പോണം, അവന് ഫീസ് മേടിക്കുക, നിങ്ങൾക്ക് നിങ്ങളെ സാമ്പത്തികമായ കാര്യം റെഡിയാക്കുക, അതിനെ അങ്ങ് വിട്ടേക്കുക. ചെറിയൊരു മോനല്ലേ, പിന്നെ ആ കുട്ടി നിങ്ങൾക്ക് എന്ത് എഴുതി കാണിച്ചു തരാനാ? നീയൊക്കെ ആരാടേ ഇത്രയും മാത്രം എഴുതിപ്പിക്കാനും പിടിക്കാനൊക്കെ? ഒരു കുട്ടിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല, അവൻ്റെ പാട്ടിന് വിടണം. ഇങ്ങനെ കാണിക്കുന്ന മാനേജ്മെന്റിനൊക്കെ ആ നാട്ടിലുള്ള നല്ല യുവാക്കൾ കയറിയിട്ട് അടിച്ചു പൊളിച്ചങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ റെഡി ആയിക്കോളൂ അവന്മാർ. ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്താൽ പഠിച്ചോളൂ അവന്മാർ. പിന്നെ ഈ പുറപ്പുകേട് മറ്റുള്ള ആൾക്കാരോട് കാണിക്കത്തില്ല. ഇതൊക്കെ ഏത് ഉഗാണ്ട നിയമമാണ് ഇവന്മാർ പറയുന്നത്? ഇതനിയിപ്പോൾ എന്താ ഉണ്ടാകുമോ? ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു പോലീസ് കേസിടും, ഒന്ന് അന്വേഷിക്കും, അത് കുട്ടിയുടെ മാനസികമായ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് തള്ളും. വേറൊന്നും ഇതിലുണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് ഇതിൻ്റെ വിശദമായ റിപ്പോർട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. പ്രിൻസിപ്പള് ജിഷ മിസ്, ജിജി, അവരുടെ ഒക്കെ ഒരു ഭീഷണി മൂലമാണ് എന്റെ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ പരമായി സംശയിക്കുന്നത്. കുട്ടിയുടെ അച്ഛനാണ്. വേറൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത കുട്ടിയാണ്. വീട്ടിൽ അങ്ങനെ ഒരു വാശിയോ കുറുമ്പൊന്നും കാട്ടിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ടീച്ചറുടെ പ്രിൻസിപ്പാളുടെയും ഈ നടപടി കാരണം തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ ഒച്ച വിശ്വസിക്കുന്നത്. അല്ലാത്തൊരു കാരണോ കുട്ടിക്ക് ഇതുവരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നോ വേറെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളില് ഇവന്റെ മരണത്തിന് ശേഷം സ്കൂളിന്റെ ഗ്രൂപ്പിലോ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അവന്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണതും അവര് അന്ന് അറിഞ്ഞില്ല, സ്കൂളിൽ ഞങ്ങൾ അറിയിച്ചില്ല എന്നൊക്കെ പറയുണ്ടായി. അതേപോലെ തന്നെ അവര് അവന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആര് വിളിച്ച് ചോദിച്ചാലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ടെന്നും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഓരോ രക്ഷിതാക്കൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ട് അവനോട് അതായത് ഈ സ്കൂളുകാർ കാണിക്കുന്ന പറപ്പുകേട് നോക്കണം. അതായത് ഇത് എത്രത്തോളം ദയനീയമായിട്ടുള്ള കാര്യം നോക്കണം. ഒരു കുട്ടി, ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു, എങ്ങനെ ആയിക്കോട്ടെ, അപ്പോൾ അവർ യാതൊരു അനുശോചനം അറിയിച്ചില്ല എന്നുള്ളത് പോട്ടേന്ന് വെക്കാം. ഓക്കെ, എന്തെങ്കിലും വിഷയം കൊണ്ടോ അല്ലെങ്കിൽ ഇതായിരിക്കും അനുശോചനം അറിയിച്ചില്ല. ഓക്കെ, ഇവർ ഈ സ്കൂളിൽ പഠിക്കുന്ന അവൻ്റെ തന്നെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെ ഫോൺ ചെയ്തുകൊണ്ട് പറയാണ് സ്കൂളിലൊരു പ്രോബ്ലവും ഇല്ല, ഈ കുട്ടിയുടേതായ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതാണെന്നേ പറയാൻ പാടുള്ളൂ, യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഇവർ പ്രഷർ ചെയ്തിട്ടില്ലെന്നും ഈ 2-3 ടീച്ചർമാരുടെയൊക്കെ പേര് പറയുന്നുണ്ടല്ലോ, ഇവരാരും പ്രഷർ ചെയ്തിട്ടില്ലെന്നും ഇവരൊക്കെ ഒന്നും കുട്ടിയോടൊന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നും നിങ്ങൾ കുട്ടിയുടേതായ പ്രോബ്ലം കൊണ്ടേ പറയാൻ പാടുള്ളൂ എന്ന് ശട്ടം കെട്ടിയിരിക്കുകയാണ്. ഈ നാറികൾക്കല്ലോ വേറെന്തെങ്കിലും പരിപാടിക്ക് പോയിക്കൂടെ? ഈ കയ്യിൽ നിന്ന് പണിയെടുത്താൽ പോരെ. ഈ സ്കൂള് അല്ലെങ്കിൽ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തോട് അടുത്ത് കിടക്കുന്ന ഒരാൾ അതിനുള്ള ആ ഒരു മനസ്സിൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരെ അധ്യാപകരാകാൻ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ നാട്ടുകാരുടെ വായിന്നും കയ്യിൽ നിന്നും ഒക്കെ മേടിക്കുന്ന രീതിയിലുള്ള അധ്യാപകരായി പോകും. കുട്ടികളെ ഹറാസ് ചെയ്യാനാടാ കൈവേറകളെ നിങ്ങളൊക്കെ ഈ അധ്യാപകർ എന്നുള്ള പേരും പറഞ്ഞ് നിൽക്കുന്നത്. ആ കുട്ടി ഇനി എന്ത് തെമ്മാടിത്തരം കാണിച്ചൂടെ? കുട്ടികളാണ്, കുട്ടികൾ തെറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? കുട്ടികൾ തെറ്റ് ചെയ്യും, അത് കുട്ടികളുടെ പ്രകൃതമാണ്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചിട്ട് അതിനുള്ള തുടർ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുക എന്നല്ലാതെ കുട്ടികളെ ഭീഷണിപ്പെടുത്തുക, TCയിൽ ചോദ മഷി കൊണ്ട് നിങ്ങൾ മറ്റേതുണ്ടാക്കുന്നു അറിയുക അല്ല. എവിടുന്നാണ് ഇതെല്ലാം വരുന്നത്? ഇതല്ല ഏർത്ത മാഷ്മാരാ ഇതെല്ലാം. ഞാൻ പറയുന്നത്
ഇങ്ങനത്തെ ടീമിനെല്ലാം ഓൺ ദ സ്പോട്ട് ഡിസ്മിസ് ചെയ്ത് വിട്ടേക്കണം. നാളെ വേറൊരു കുട്ടികൾക്ക് ഇത് ഉണ്ടാകാൻ പാടില്ല. ശരിക്കും പറഞ്ഞ പോലെ ഇതിന് സൊല്യൂഷൻ അതാണ്. ആ കുട്ടിയുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടോളി. തോൽപ്പിക്കും അങ്ങനെയെന്ന് പറഞ്ഞു. പരീക്ഷ എഴുതി ജയിച്ചിട്ടില്ലെങ്കിൽ അവനെ തോൽപ്പിക്കും. വേറെ സ്കൂളിലൊന്നും കൊണ്ടേ ചേർക്കില്ല. അവന്റെ റെഡ് മാർക്ക് എന്താ പറയാ, പ്രോഗ്രസ് കാർഡിലൊക്കെ റെഡ് മാർക്ക് ഇട്ടിട്ട് ഈ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ കുട്ടിക്ക് ഭയങ്കര പേടിയായി. അവൻ എങ്ങോട്ടും പോവൊന്നും ചെയ്യാണ്ട് ദിവസം ഇരുന്ന് പഠിക്കന്നെ പരീക്ഷ ടൈം ടേബിൾ വന്നപ്പോ ഞങ്ങളെ കൂടെ 11 മണി വരെ കടന്നിട്ട് അവൻ അവന്റെ റൂമിലേക്ക് പോയതേ. അവന് പ്ലാറ്റിനത്തിലെ ട്യൂഷന് ചേരുന്നൊക്കെ പറഞ്ഞതാണ്. ബോയ്സ് സ്കൂളിലേക്ക് മാറിയിട്ട് പ്ലാറ്റിനം അതിലാ ട്യൂഷന് പോണപ്പോ സ്കൂളിന്റെ അടുത്തുനിന്ന് നടന്നു പോകുമ്പോ അതല്ല സുഖം. ഞാൻ അവിടേക്കാ സ്കൂളിൽ തന്നെ അങ്ങോട്ട് ചേർന്ന ചെല്ലുന്നൊക്കെ പറഞ്ഞത്. എന്തേ കാട്ടി? അതായത് ആ അമ്മ ശരിക്കും പറയാന്ന് വെച്ചാല് അമ്മക്ക് ഇതുവരെ ആ ഒരു യാഥാർത്ഥ്യം സ്വീകരിക്കാൻ വരെ പറ്റിയിട്ടില്ല. കാരണം അവരവരെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്ന് പെടുന്നുള്ളത്. കുട്ടി അതാ പറഞ്ഞത്, നമ്മൾ ഇതിൽ 3 രീതിയിലുള്ള ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ സ്കൂളുകാരെ ബ്ലെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്കൂളുകാരെ ഇപ്പോൾ പറഞ്ഞില്ലേ, പിന്നെ 10ൽ 5 തന്നെ അവസ്ഥ. നല്ല ആൾക്കാർ ഇല്ല എന്നല്ല, വളരെ ചുരുക്കം ആൾക്കാരുണ്ട്, നല്ലതുണ്ട്. പക്ഷേ 10ൽ 5 എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാം നോൺസെൻസ് കേസാണ്. പൈസ ഉണ്ടാക്കുക, കുട്ടികളുടെ നിന്ന് ഫീസ് വാങ്ങുക, പോവുക. പിന്നെ അവിടെയുള്ള മാഷ്മാരുടെ ക്വാളിറ്റി എന്താണെന്നോ, അവരുടെ മെൻ്റൽ എബിലിറ്റി എന്താണെന്നോ, അവരുടെ മെൻ്റൽ ലെവൽ എന്താണെന്നോ, കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന പോലത്തെ മാഷ്മാരുണ്ടോ, കുട്ടികളെ ഹറാസ് ചെയ്യുന്ന മാഷ്മാരുണ്ടോ, കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന കൈവേറകളായ മാഷ്മാർ അവിടെ ഉണ്ടോ എന്നുള്ള സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ളൊരു മെക്കാനിസം നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ ഒരു കോപ്പിലെ സിസ്റ്റത്തിലും ഇല്ല. ചുമ്മാ BEഡും കഴിഞ്ഞ് അല്ല MEഡും കഴിഞ്ഞ് ഏതെങ്കിലും കുറച്ച് അധ്യാപകനായിട്ട് അവിടെ വെക്കും. അവൻ അധ്യാപകനെ BEഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ക്വാളിറ്റീസൊക്കെ അവർ പറയും. പക്ഷേ ആ സംഭവം എല്ലാ 6 മാസം കൂടുമ്പോൾ പരിശോധിക്കണം. കാരണം മനുഷ്യരാണ്. ഇവൻ്റെ മെൻ്റലിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ടീച്ചറുടെ മെൻ്റൽനെസ് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ റിവെഞ്ച് തീർക്കുന്ന സ്ഥലമാകും സ്കൂൾ അല്ലെങ്കിൽ കലാലയങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നിതിൻ രാജിൻ്റെ കേസ്, അവിടെ സൈക്കോ ആയിരുന്നു. രാം എന്ന് പറയുന്ന ഒരു മാഷ് പക്ക സൈക്കോ ആയിരുന്നു. അവന് ഏതോ ആന്ധ്രയിൽ അപ്പുറത്തെ നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഇവിടുന്ന് വന്നു. പക്ഷെ അവൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവൻ കുട്ടികളെയൊക്കെ ഹറാസ് ചെയ്തിരുന്നത് എന്താണ്, ജാതി ചോദിച്ചിട്ട്, അതുപോലെ അച്ഛനെന്താ പണി, ലോ ലെവലിലുള്ള പണിയാണെങ്കിൽ അവരെ കളിയാക്കുക, അച്ഛൻ്റെ പണി നോക്കിച്ച് കളിയാക്കുക, പിന്നെ നിറം നോക്കിയിട്ട് തടി നോക്കിയിട്ട് ബോഡി ഷെയ്മിങ് ഒക്കെ നടത്തുന്നത്. ഇങ്ങനത്തെ കുറേ കൈവേറുടെ മക്കൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഈ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അപ്പോൾ ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു കാര്യം പറയും, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള ഈ കുട്ടി ആരോട് പോയിട്ട് പറയാനാണ് ഇത് ഈ മാഷ് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, ടീച്ചർ എന്നെ ഇങ്ങനെ ഹറാസ് ചെയ്യുന്നു. പഠിക്കുന്നില്ല, ഇനി അവൻ പഠിക്കുന്നില്ല, അവൻ പഠിക്കാൻ വട്ട പൂജ വാങ്ങിക്കോട്ടെ. ഈ ടീച്ചർക്ക് ഹറാസ് ചെയ്യാനുള്ള ഇതാര് കൊടുത്തു? നിനക്ക് TC വരുമ്പോൾ TCയിൽ റെഡ് കളർ കൊണ്ട് വരച്ചിടുന്നു, നിന്റെ ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ വേറൊരു സ്കൂളിലും പഠിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അങ്ങനെ ഒരു ടോക്കിലേക്ക് പോകാനുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ഈ ടീച്ചർ എന്ന് പറയുന്ന നോൺസെൻസ് പറയുന്ന ഇവർക്ക് ആരാണ് അതിൽ അവകാശം കൊടുത്തത്? നമ്മുടെ സിസ്റ്റത്തിൽ അപാകതയല്ലേ അത്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള അധ്യാപകർക്കും കുട്ടികൾക്കും ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മൾ സെയിൽസ് ടീമിനൊക്കെ നമ്മളിത് ട്രെയിനിങ് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഈ അധ്യാപകൻ എന്ന് പറയുന്ന സാധനത്തിന് നല്ല കോച്ചിങ്, നല്ല കൗൺസിലിംഗ് കൊടുക്കുക. കുട്ടികളോട് എങ്ങനെ ഇടപഴകണം. ഇന്നത്തെ കാലത്ത് ആ അധ്യാപകൻ സ്കൂളിൽ പഠിച്ച കാലത്ത് അധ്യാപകന് മൊത്തിക്കടി കൊണ്ടിട്ടുണ്ടാവും മാഷയുടെ കയ്യിൽ നിന്ന്, അല്ലെ ചന്തിക്ക് അടി കൊണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇന്നത്തെ ജെൻസി കുട്ടികളെ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളെ അങ്ങനെ പീഡന മുറകളിലൂടെ പഠിപ്പിക്കാൻ പറ്റില്ലെന്നും അവരോടൊരു ഫ്രണ്ടായി നിന്നുകൊണ്ട് സുഹൃത്തിനെ പോലെ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുമുള്ള രീതിയിലുള്ള നൂതനമായ വിദ്യാഭ്യാസ മുറകൾ പരിശീലിപ്പിക്കുന്ന കൗൺസിലിംഗ് പോലുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ എല്ലാ 3 മാസത്തിൽ നടത്തുകയും ഈ അധ്യാപകർ അതിൽ പാസ്സായാൽ മാത്രമേ അയാൾ ഈ അധ്യാപക വൃത്തിക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള യോഗ്യത തെളിയിക്കുന്ന രീതിയിലുള്ള ഇത് വരണം, നമുക്ക് നിയമം വരണം നമ്മുടെ നാട്ടിൽ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പിന്നെ പറയാനുള്ളത് നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ സോക്കോൾഡ് ഈ കുട്ടികളെ പഠിക്കാൻ അയക്കുന്നുണ്ടല്ലോ, പഠിക്കാൻ അയക്കുന്ന രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്.
രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളൊന്നുമല്ല ജീവിതം. ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ഇടപഴകാം എന്നതിൻ്റെ ഒരു ചെറിയ ചിത്രം മാത്രമാണ് ഓരോ സ്കൂളുകളും. ഒരു സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. നോൺസെൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, വിവരം കൂടിയ ആൾക്കാരുണ്ടാവും, വിവരം കുറഞ്ഞ ആൾക്കാരുണ്ടാവും, ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടാവും, നല്ലവരും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് സ്കൂളെന്നും അവിടെ നിന്നെ ഉപദ്രവിക്കുന്ന മാഷ്മാർ ഉണ്ടാകുമെന്നും സാധ്യത ഉണ്ടെന്നും നിന്നെ സ്നേഹിക്കുകയും നിന്നെ ഗുണദോഷിക്കുകയും ചെയ്യുന്ന മാഷ്മാർ ഉണ്ടാകുമെന്നും അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും നിനക്കെന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ അഭിസംബോധന ചെയ്ത് നമ്മളെ അറിയിച്ച് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങളത് സോൾവ് ചെയ്ത് തരാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം കുട്ടികളിൽ വളർത്തണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് നിങ്ങളടുത്ത് വന്ന് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവൂ. ഇതേ ഫാദറെ അല്ലെ മദറെ, എന്നെ ഇത് ഇന്ന മാഷ് പറയുന്നു, ഇങ്ങനെ ചെയ്താൽ നിന്നെ തോപ്പിക്കുന്നു പറയുന്നു, അല്ലെങ്കിൽ ഞാൻ തോറ്റത് കൊണ്ട് എന്നെ ഇങ്ങനെ ചെയ്യുന്നു പറയുന്നു എന്ന് പറഞ്ഞിട്ട് അത് ചോദ്യം ചെയ്യാൻ രക്ഷിതാക്കൾ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യം വളർത്തിയെടുക്കണം. ഈ സ്കൂൾ വിദ്യാഭ്യാസം അല്ല ജീവിതമെന്നും ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും സ്കൂളിലൊന്നും പോകാതെ പട്ടിണി കിടന്നുകൊണ്ട് ജോലി മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം കുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടെന്നുള്ള ബോധ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സ്കൂളൊന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമല്ല. അതാണ് മെയിൻ ആ സംഭവം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം. നമുക്ക് ഈ രക്ഷിതാക്കൾ എന്ന് പറയുന്ന കഴുതകളായ നമ്മൾക്ക് ബോധ്യം ഉണ്ടാകണം ആദ്യം. ഈ സ്കൂളും കാര്യങ്ങളൊക്കെ വലിയ കോപ്പൊന്നുമല്ല. നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട്, അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നിലനിൽക്കുന്ന സിസ്റ്റം ആയതുകൊണ്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല. അതൊരു തരത്തിലുള്ള മനുഷ്യൻ്റെ സാംസ്കാരികമായ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്നൊരു കാര്യമായതുകൊണ്ട് മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബോധ്യത്തിലേക്ക് രണ്ട് ഡയമെൻഷനിലും കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് വേറെയും അധ്യാപകർക്കുള്ള കൗൺസിലിംഗ് വേറെയും, രക്ഷിതാക്കളായ ഈ ബോധ്യമില്ലാത്ത രക്ഷിതാക്കളാണെങ്കിൽ രക്ഷിതാക്കളും സ്വയം കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ട് ഇങ്ങനെയാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എന്നാലേ ഇമാതിരിയുള്ള നമ്മുടെ മനസ്സിനെ നടുക്കുന്ന വാർത്തകൾ ഇനിയെങ്കിലും കുറഞ്ഞു വരും. ഇനിയെല്ലാം നമ്മൾ ഇതേ ലെവലിലാണ് പോകുന്നതെങ്കിൽ ഇമാതിരി വാർത്തകൾ ഇനി ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇതിന് അന്ത്യം വേണ്ടേ? ഈ വലിയ ആൾക്കാർ പ്രായപൂർത്തിയായി അല്ലെങ്കിൽ പ്രായം ഒരു 30-ലോ 40-ലോ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് അവൻ്റെ എല്ലാ ബുദ്ധിക്കും ഒന്നും നടക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതും പാടില്ല, അത് വേറെ വിഷയം. പക്ഷേ ഈ ചെറിയ കുട്ടികൾ, ഈ വിത്തുനിന്ന് മുളച്ചു വരുന്ന നാളെയുടെ പ്രതീക്ഷകളായ ഈ 10 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ പരാജയമാണ്. ഒരു സമൂഹം എന്ന നിലക്ക് അമ്പെ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു തെളിവാണ് ഒരു ഭാഗത്ത് കാണുന്ന ഈ കുട്ടികൾ, ഇളം പ്രായക്കാരിലുള്ള ആത്മഹത്യാ വാസന. അത് വിദ്യാഭ്യാസപരമായാലും സാംസ്കാരികപരമായാലും സാമ്പത്തികപരമായാലും ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും, എന്തിൻ്റെയൊക്കെ അളവ് പോലെടുത്ത് നോക്കിയാലും ആ പ്രായത്തിലുള്ള ഈ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ, ജീവിതം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൊസൈറ്റിയിൽ എവിടെയൊക്കെയോ പിഴച്ചു പോയിട്ടുണ്ട്. സൊസൈറ്റിയുടെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മളെ ഭാഗത്ത് നിന്ന് അതിനുള്ള മെഷേഴ്സ് ഫോർവേഡ് ചെയ്യപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഈ ഒരു സംഭവം. നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ നിർത്താം.